ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം നമ്മൾ ചില ദിവസങ്ങളിൽ അങ്ങനെ പയറും കഞ്ഞിയൊക്കെ അങ്ങ് ആക്കാറുണ്ട്. മടി പിടിച്ച ദിവസമോ അല്ലെങ്കിൽ എന്തെങ്കിലും വയ്യൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് ഈ ഒരു പയറ് കഞ്ഞി നമ്മൾ മെയിനായിട്ട് തയ്യാറാക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ദിവസത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഞാൻ ഒരു 1/4 കപ്പോളം മട്ട അരി എടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പിന് പയറും പിന്നെ ഒരു ടീസ്പൂണോളം ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒരു 3-4 തവണ കഴുകി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഈ കഴുകി വെച്ചിട്ടുള്ള അരിയും പയറും ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 2 തൊട്ട് 3 വിസിൽ വരെ ഒന്ന് കൊടുത്തിട്ട് വേവിച്ചൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതൊന്ന് റെഡിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് നല്ലൊരു ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുറി തേങ്ങ ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 10 ചെറിയ ഉള്ളിയും പിന്നെ ഒരു പീസ് പുളിയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഒരു 3-4 വറ്റൽമുളക്. ഈ ഒരു വറ്റൽമുളകിന് പകരമായിട്ട് നമുക്ക് നല്ല ചുമന്ന കാന്താരി മുളക് എടുക്കുകയാണെങ്കിലും ടേസ്റ്റ് ഒന്നും കൂടെ നല്ലതായിരിക്കും കേട്ടോ. ഇതും നല്ല സൂപ്പർ ടേസ്റ്റാണ് എങ്കിലും പറഞ്ഞത്. അപ്പോൾ ആ ഒരു വറ്റൽമുളകും ഉള്ളിയും പുളിയും പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുതേ. നന്നായിട്ട് മിക്സിയിലെ ചെറിയ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഉണക്കമീൻ ഞാൻ ഒന്ന് ക്ലീൻ ചെയ്ത് അതൊന്ന് മാറ്റി വെച്ചു. അപ്പോൾ ഇതിനിടയ്ക്ക് കുക്കറിൽ നിന്നുള്ള പ്രഷറൊക്കെ ഒന്ന് വന്നതിന് ശേഷം ആ ഒരു പ്രഷർ തന്നെ പോയതിന് ശേഷമാണ് കുക്കറിൻ്റെ അടപ്പൊന്ന് ഞാൻ മാറ്റുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട് വെള്ളമൊക്കെ ഉണ്ടോ എന്നുള്ളത്. സാധാരണ നമ്മൾ ചിലപ്പം വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ എക്സ്ട്രാ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നിട്ട് ചേർക്കേണ്ടി വന്നിട്ടില്ല. ഈ ഒരു ടൈമിൽ ഞാൻ ഉപ്പ് ചെക്ക് ചെയ്യും, കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും കേട്ടോ. കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഉണക്കമീനൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കടായിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ഒരു ഉണക്കമീനിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മസാല കൂട്ടുകളെന്ന് പറയുന്നത് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടി മാത്രമാണ്. ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് കഴുകിയെടുക്കുമ്പോൾ എന്തായാലും അതിന് ഉപ്പിൻ്റെ അംശം ഒട്ടും തന്നെ കാണില്ല. അധികം ഉപ്പ് ചേർക്കാത്ത ഉണക്കമീനും കൂടെയാണ് കേട്ടോ. അതുകൊണ്ടാണ് അതിന് ഞാൻ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നു ഈ ഒരു ഉണക്കമീനിന്. അപ്പോൾ ആദ്യം ഒരു ബാച്ചിനെ ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ട് അടുത്ത രണ്ട് ഉണക്കമീനാണ് കേട്ടോ. ഇത് മുരളെന്ന് പറഞ്ഞ ഒരു ഉണക്കമീനാണ്. ഇത് അയില മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വറുത്തൊന്നെടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉണക്കമീനായിരുന്നു. നമ്മുടെ വീട്ടിൽ മീനൊക്കെ കൊണ്ടുവരണം ചേച്ചി കൊണ്ടുവരണം അവരെ വീട്ടിൽ തന്നെ ഉണക്കിയെടുക്കുന്നതാണ്. അപ്പം നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. ഒരുപാട് അങ്ങനെ പഴകിയ മീനൊന്നും ഉണക്കിയതല്ല, നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ അവർ ഉണക്കിയെടുത്തതാണ് കേട്ടോ. അധികം ഒരുപാട് ഉപ്പ് ചേർക്കില്ല, ആവശ്യത്തിന് കാണും, എന്നാൽ ഒരുപാട് ഉപ്പൊന്നും ചേർക്കാതെ ഉണക്കിയെടുത്തിട്ടുള്ളതാണ്. അപ്പം ആ ഒരു ഉണക്കമീൻ പൊരിക്കുന്നതിൻ്റെ മണം അടിച്ചിട്ട് പൂച്ച വന്ന് നിന്നാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം ഭാഗത്ത് അങ്ങനെ ഉണക്കമീനൊന്നും വലിയ സ്റ്റൈലിഷ് ആയിട്ടൊന്നും പറയില്ല, കരിവാടെന്നാണ് കേട്ടോ പറയുന്നത്. പിന്നെ നമുക്ക് ചൂടോട് കൂടി തന്നെ കഞ്ഞി ഒന്ന് സെർവ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കഞ്ഞി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഉരുളാക്കി എടുത്തിട്ടുണ്ട്, ചമ്മന്തി, പിന്നെ ഒരു ഉണക്കമീൻ പൊരിച്ചതും, അച്ചാറുണ്ടെങ്കിൽ അച്ചാറും എടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അച്ചാറുണ്ടായിരുന്നു, പക്ഷേ ഞാൻ എടുത്തില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ചമ്മന്തി ഒരു കഞ്ഞിയും മാത്രം കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക സ്വാദാണ്. അപ്പോൾ എന്തായിരുന്നാലും ട്രൈ ചെയ്ത് നോക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ചെയ്യുന്നതൊക്കെ ആയിരിക്കും. പിന്നെ ജസ്റ്റ് നമ്മുടെ ഒരു വ്ളോഗ് ഒന്ന് കാണിച്ചു പോയെന്നുള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യും.